Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ലോയാണ്. കമ്പനി ലോയ്ക്കകത്ത് ചാപ്റ്റർ 8 ഡിവിഡൻഡ് അല്ലേ, ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്ന ടോപ്പിക്. ചാപ്റ്റർ മെൻഷൻ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചൊരു മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഞാൻ പറയണേ. അതായത് ഓരോ ചാപ്റ്ററിനകത്തും കയറി വരുന്ന കമ്പനി ലോയ്ക്കകത്ത് മൊത്തം 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ അല്ല കേട്ടോ. കമ്പനീസ് ആക്ടിനകത്ത്, കമ്പനീസ് ആക്ട് 2030 29 ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ചാപ്റ്റർ മെൻഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചാപ്റ്ററിനകത്തുള്ള സെക്ഷൻസ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതായത് സെക്ഷൻ 1 തൊട്ട് 400 500 സെക്ഷൻസ് ഓർത്ത് വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പം ചാപ്റ്റർ വൈസ് അതിനെ തരംതിരിച്ച് ആ ചാപ്റ്ററിനകത്ത് വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എക്സാമിന് സെക്ഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല, ഞാൻ എഴുതിയിട്ടുമില്ല. നിങ്ങളടുത്ത് പഠിക്കേണ്ടെന്നുമല്ല ഞാൻ പറയണേ, പോയിന്റ് ചെയ്യുക. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കമ്പനീസ് ആക്ട് ഒക്കെ പെട്ടെന്ന് അങ്ങ് പഠിച്ചു തീർക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ, കുറേ ഡിജിറ്റ്സ്, കുറേ പീരീഡ്സ് അല്ലെങ്കിൽ കുറേ നമ്പേഴ്സ്, ഈ വക കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞത്. അതിന് നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ വായിച്ചു നോക്കേണ്ടത്, അല്ലെങ്കിൽ കേസ് ലോസ് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം, നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുമ്പോൾ ചാപ്റ്റർ വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 8 ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ക്ലാസ് തീരുന്നത് വരെ അല്ലെങ്കിൽ ഈ വീഡിയോ തീരുന്നത് വരെ നിങ്ങൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള ഒരു കമ്പനിക്കകത്ത് ഒരു ഡയറക്ടറായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ കമ്പനിക്കകത്ത് ഒരു എംപ്ലോയി ആയിട്ട് ക്ലാസ് കേൾക്കുക. ദാറ്റ് മീൻസ് നമ്മളാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്, മനസ്സിലായി? അല്ലെങ്കിൽ നമുക്കാണ് ഡിവിഡൻഡ് കിട്ടേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റിനകത്ത് ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാൻ പറ്റും. സോ ചാപ്റ്റർ 8 പേയ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 123, 124, 125, 126, 127 ഇങ്ങനെ 5 സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 സെക്ഷൻസ് കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കയറി വരുന്ന ഒരു സെപ്പറേറ്റ് റൂളും കൂടെ ഉണ്ട്. അങ്ങനെ 6 കാര്യങ്ങൾ, മനസ്സിലായി? സോ ചാപ്റ്റർ 8 ആണ് ഡിവിഡൻഡിനെ കുറിച്ച് പറയണേ. ആ ചാപ്റ്റർ 8 നമ്മൾ ഈ പറയുന്ന 5 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡിവിഡൻഡ് എന്ന് നോക്കാം. ആ സെക്ഷൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഡിവിഡൻഡ് എന്ന് നോക്കാം. ഓക്കെ, ഡിവിഡൻഡ് മീൻസ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ചുമ്മാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് മീൻസ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി വിച്ച് ഈസ് നോട്ട് റീറ്റേൺഡ് ഇൻ ദ ബിസിനസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് among the shareholders in proportion to the amount paid up on the shares held by them. ദാറ്റ് മീൻസ് പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു വെക്കേണ്ട അല്ലാത്ത പ്രോഫിറ്റിനെ, അല്ലെ, റിട്ടേൺ ചെയ്യേണ്ടാത്ത പ്രോഫിറ്റിനെ നമ്മൾ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് ആണെന്ന് പറയുന്നത്. ഡിവിഡൻഡ്സ് ആർ യൂഷ്വലി പേയബിൾ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ആഫ്റ്റർ ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ റെഡി ആൻഡ് ദ എമൗണ്ട് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ഈസ് അവൈലബിൾ. അതായത് വർഷാവസാനം ഫൈനൽ അക്കൗണ്ട്സ് റെഡി ആയി ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ഇഷ്യൂ ചെയ്യാറ്, ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാറ്. The second one, dividend for the financial year of the company, which is called the final dividend, are payable only. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചേ, ഇഫ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ ദ കമ്പനി, എന്ത് ചെയ്യണം, ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് മുമ്പ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം. എവിടെ? അറ്റ് ഇറ്റ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ്. കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗിനകത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ പേയ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് ഉള്ളൂ, ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മനസ്സിലായി? സോ ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് മുമ്പ് ആനുവൽ ജനറൽ മീറ്റിംഗിനകത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം. ആരുടെ അനുവാദത്തോടു കൂടി? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുവാദത്തോടു കൂടി. അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഒരു ഡിവിഡൻഡിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ഇന്ററിം ഡിവിഡൻഡ്. അതും കൂടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, സംടൈംസ് ഡിവിഡൻഡ് ആർ ഓൾസോ പെയ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിട്ടൊന്നുമല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്സ്, അതായത് 2 ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മീറ്റിംഗ് വിത്തൗട്ട് ഡിക്ലെയറിംഗ് ദം അറ്റ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. നോർമൽ പ്രോസസ് അനുസരിച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെക്കമെൻഡേഷന്റെ കൂടെ AGM-നകത്ത് ആനുവൽ ജനറൽ മീറ്റിംഗിനകത്ത് ഇത് ഡിക്ലെയർ ചെയ്താലേ പേ ചെയ്യാൻ പറ്റുള്ളൂ. ചില സാഹചര്യത്തിൽ പ്രോഫിറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ട് ആനുവൽ ജനറൽ മീറ്റിംഗിനകത്ത് വെച്ച് പാസ്സാക്കാതെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ഇറ്റ്സ് കോൾഡ് ഇന്ററിം ഡിവിഡൻഡ്. ഓക്കെ, okay, the companies having license under section 8 of the Companies Act, formation of the company with charitable objects, are prohibited by their constitution from paying any dividend from its to its members. They apply the profit in promoting the object of the company. അതായത് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയും. സെക്ഷൻ 8 കമ്പനീസ് എന്ന് വെച്ചാൽ എന്താ, പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാത്ത കമ്പനീസിനെയാണ്, അല്ലെ, ഒരു ചാരിറ്റബിൾ പർപ്പസോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാത്ത കമ്പനീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയണേ. സോ സെക്ഷൻ 8 കമ്പനീസിന് ഒരു കാരണവശാലും എന്ത് കൊടുക്കാൻ പാടില്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അവരുടെ പ്രോഫിറ്റിനെ അവരുടെ ഒബ്ജക്റ്റ് എന്താണോ,
ഓക്കെ, മേ ബി ചാരിറ്റബിൾ ആയിരിക്കാം, ആ ഒബ്ജക്റ്റ് എന്താണോ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യണം. മനസ്സിലായോ? സോ ചാപ്റ്റർ 8 നമ്മൾ പറയണേ 123 തൊട്ട് 127 വരെയുള്ള സെക്ഷൻസിനാണ് ഡിവിഡൻഡിനെ കുറിച്ച് പറയണേ. ഇപ്പോൾ പറഞ്ഞത് എന്താണ് ഡിവിഡൻഡ്, 2 ഡിവിഡൻഡ് പറഞ്ഞു, ഫൈനൽ ഡിവിഡൻഡും ഇന്ററിം ഡിവിഡൻഡും. ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാസ്സാക്കുന്നതിനെ ഫൈനൽ ഡിവിഡൻഡ് എന്നും 2 ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിൽ പാസ്സാക്കുന്നതിനെ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്നും പറയാം, ഇന്ററിം ഡിവിഡൻഡ് എന്നും പറയാം. നോക്കാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഓരോ സെക്ഷൻസിലോട്ട് കിടക്കാം. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് സെക്ഷൻ 123. നിങ്ങളൊരു ഷെയർ ഹോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടോ കേൾക്കുക, എന്നാലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം റെഡിയായി, നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിനകത്ത് ആലോചിക്കുക, എന്നാലേ ഇത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. നോക്കി, അണ്ടർ സെക്ഷൻ 123 ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോ ഡിവിഡൻഡ് ഷാൽ ബി ഡിക്ലെയർഡ് ഓർ പെയ്ഡ് ബൈ ദ കമ്പനി ഫോർ എനി ഫിനാൻഷ്യൽ ഇയർ എക്സെപ്റ്റ് ഏതൊക്കെയാണ് നോക്കി, ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഫോർ ദാറ്റ് ഇയർ അറൈവ്ഡ് അറ്റ് ആഫ്റ്റർ പ്രൊവൈഡിംഗ് ഫോർ ഡിപ്രീസിയേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ സെക്ഷൻ. അതായത് എവിടുന്നൊക്കെ എടുത്തിട്ട് ഡിവിഡൻഡ് കൊടുക്കാം എന്നാണ് പറയുന്നത്. അതിനകത്ത് ആദ്യത്തെ പറയുന്നത് നോക്കി, ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി, കറണ്ട് ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് ഷെഡ്യൂൾസ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് എടുത്തിട്ട് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ആ സെന്റൻസ് കൺഫ്യൂസ് ആവരുത് കേട്ടോ. നോ ഡിവിഡൻഡ് ഷാൽ ബി ഡിക്ലെയർഡ് ഓർ പെയ്ഡ് ബൈ ദ കമ്പനി ഫോർ എനി ഫിനാൻഷ്യൽ ഇയർ എക്സെപ്റ്റ്. നോ ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല എക്സെപ്റ്റ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ഡിവിഡൻഡ് കൊടുക്കാം. എങ്ങനെയായിരുന്നു? കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഷെഡ്യൂൾസ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് ബാലൻസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ, out of the profit of the company for any previous financial year or years arrived at after providing for the depreciation in accordance with the provisions. അതല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ പഴയ പ്രോഫിറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈ പറയുന്ന ഷെഡ്യൂൾസ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം, ബാലൻസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ഓർ ബോത്ത്, ദാറ്റ് മീൻസ് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അതല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി പ്രൊവൈഡഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ബൈ ദ കമ്പനി. അതായത് കമ്പനി ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. സോ സെക്ഷൻ 123 നമ്മളോട് പറയുന്നത് എവിടുന്നൊക്കെ എടുത്ത് ഏതൊക്കെ അല്ലെങ്കിൽ എവിടുന്നൊക്കെ എമൗണ്ട് മാറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിഡൻഡ് കൊടുക്കാം. ഏതൊക്കെയായിരുന്നു? കറണ്ട് ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം, കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പഴയ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാം. ആൻഡ് ദ തേർഡ് വൺ, ഈ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ നമുക്ക് ഡിവിഡൻഡ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് തരികയാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, ഫ്രം റിസർവ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് പേ ചെയ്യുന്ന സമയത്ത് പിയാണ്ടലിൽ കിടക്കുന്ന സർട്ടൻ എമൗണ്ടിനെ ഏതിലോട്ട് മാറ്റണം, റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതെന്താണോ അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ഇന്ററിം ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡിന്റെ കേസ് പോലെയല്ല, ഇന്റർ ഡിവിഡൻഡ് ആണ് പേ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഇപ്പോൾ ഡിക്ലറേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ, ഇനി ഇത് പേ ചെയ്യണം അല്ലേ, അതിന്റെ പ്രൊസീജിയർ. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. The first one, provided that a company may, before the declaration of any dividend in its financial year, transfer such a percentage of its profit for that financial year as may consider appropriate to the reserve for the company. That means പിയാണ്ടലിൽ നിന്ന് എടുത്തിട്ട് ആ പെർസെൻറ്റേജ് എത്രയാണോ, ആ സെർട്ടൻ പെർസെൻറ്റേജ് എത്രയാണോ അത് ഏതിലോട്ട് മാറ്റണം, റിസർവിലോട്ട് മാറ്റണം. മനസ്സിലായി? അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, ആ പ്രോഫിറ്റിൽ നിന്ന് സെർട്ടൻ പെർസെൻറ്റേജ് ഏതിലോട്ട് മാറ്റിയിരിക്കണം, റിസർവിലോട്ട് മാറ്റിയിരിക്കണം. And the next one, owing to inadequacy or absence of profit in any financial year, any company proposes to declare dividend out of the accumulated profit earned by it in previous year and transferred by the company to the reserve. Such a declaration of dividend shall not be made except in accordance with such rules as may be prescribed in its behalf. ഡിവിഡൻഡിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പറയുന്നത്. അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സെർട്ടൻ പെർസെൻറ്റേജ് റിസർവിലോട്ട് മാറ്റണം. ഇനി ഈ വർഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിലോ, ഈ വർഷം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് സെർട്ടൻ റൂൾസ് ഉണ്ട്. മനസ്സിലായല്ലോ? അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നോ അക്യുമുലേറ്റഡ് റിസർവിൽ നിന്നോ നിങ്ങൾ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതിന് വേണ്ടിയിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ റൂള് പോലെയല്ല, അല്ലെങ്കിൽ അത് ഈ സെക്ഷൻസിനകത്തുള്ള പോലെയല്ല. അതിന് കുറച്ച് സം അഡീഷണൽ കണ്ടീഷൻസ് അത് ആ ഒരു റൂളിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അത് അവിടെ എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യാം. And the third one, provided also that no dividend shall be declared or paid by a company from its reserve other than free reserve. Another one, എവിടുന്ന് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ അല്ലെങ്കിൽ ഏതിൽ നിന്ന് മാത്രമേ ഡിക്ലെയർ ചെയ്യാവൂ, ഫ്രീ റിസർവിൽ നിന്ന് മാത്രമേ ഡിക്ലെയർ ചെയ്യാവൂ.
മനസ്സിലായി? ദാറ്റ് മീൻസ് ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ നിന്ന് ഏത് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായി? The last one, provided also that no company shall declare dividend unless carried over previous losses and depreciation not provided in financial year or years are set off against the profit of the company for the current year. അതായത് ഈ പറയുന്ന പോലെ ബ്രോഡ് ഫോർവേഡ് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാതെ നമുക്ക് ഏത് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. സോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് സർട്ടൻ പെർസെന്റേജ് റിസർവിലോട്ട് മാറ്റണം ബിഫോർ ഡിക്ലെയറിംഗ് ഡിവിഡൻഡ്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ റൂള് സ്പെസിഫിക് റൂൾസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രീവിയസ് ഇയർ പ്രോഫിറ്റോ കാര്യങ്ങളോ എടുക്കാം. ആൻഡ് നമ്പർ 3, ഒരു കാരണവശാലും ഫ്രീ റിസർവ് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള റിസർവും തുടരരുത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, എന്ത് ചെയ്യാൻ പാടില്ല? പ്രീവിയസ് ഇയർ ലോസോ ഡിപ്രീസിയേഷനോ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയാതെ, അത് സെറ്റ് ഓഫ് ചെയ്യാതെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനും പാടില്ല. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് റിസർവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്ററിം ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, 2 ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിലാണ് നമ്മൾ ഏത് ഡിക്ലെയർ ചെയ്യണേ? ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണേ. അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നോക്കേ, സെക്ഷൻ 123 സബ്സെക്ഷൻ 3, the board of directors of the company may declare interim dividend during any financial year out of the surplus in profit and loss account and out of the profit of the financial year in which such interim dividend is sought to be declared. അതായത് കറണ്ട് ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം അല്ലെ. ഫൈനൽ ഡിവിഡൻഡിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റൂൾസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് അടക്കം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇന്ററിം ഡിവിഡൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ നോക്കേ, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ദ കമ്പനി ഹാസ് ഇൻകർഡ് ലോസ് ഡ്യൂറിംഗ് ദ കറന്റ് ഫിനാൻഷ്യൽ ഇയർ up to the end of the quarter immediately preceding the date of declaration of interim dividend. അതായത് ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് ഓക്കെ, അതിന് തൊട്ട് മുമ്പ് കഴിയുന്ന ക്വാർട്ടറിനകത്ത് നിങ്ങൾക്ക് എന്താണെങ്കിൽ ലോസ് ആണെങ്കിൽ, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അതായത് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ തീരണ്ട, അതിനു മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യാം. സോ ആ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുമ്പ് വരുന്ന ക്വാർട്ടർ ആൻഡ് അതിനകത്ത് അല്ലെങ്കിൽ ആ ക്വാർട്ടർ വരെ നിങ്ങൾക്ക് എന്തായിരുന്നു? ലോസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സച്ച് ഇന്ററിം ഡിവിഡൻഡ് ഷാൾ നോട്ട് ബി ഡിക്ലെയർഡ്. ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നല്ല പറയണേ, ഡിക്ലെയർ ചെയ്യാം. എങ്ങനെയാ? അറ്റ് എ റേറ്റ് ഹയർ ദാൻ ദ ആവറേജ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ ദ കമ്പനി ഡ്യൂറിംഗ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഇന്ററിം ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ഇന്ററിം ഡിവിഡൻഡിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിനകത്ത് നിങ്ങൾക്ക് ലോസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ മാക്സിമം എത്ര മാത്രമേ പാടുള്ളൂ? കഴിഞ്ഞ 3 പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എത്രയാണോ അതിന്റെ ആവറേജിനേക്കാൾ കൂടുതൽ. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിനകത്ത് നിങ്ങൾക്ക് ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയറിനകത്ത് നിങ്ങൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവറേജിനേക്കാൾ കൂടുതൽ. മനസ്സിലായോ? സോ 2 കാര്യങ്ങളാണ് ഇന്ററിം ഡിവിഡൻഡിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഇമ്പോർട്ടന്റ് വൺ, ഇറ്റ്സ് കോൾഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിക്ലെയർ ചെയ്തു, ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയൊക്കെ വെച്ച് ഡിവിഡൻഡ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു, നോ ഇഷ്യൂസ്. ഇനി അതിന്റെ പേയ്മെന്റിന്റെ കാര്യങ്ങളാണ് നോക്കണേ. വായിക്കാം. The amount of the dividend including interim dividend shall be deposited in a separate bank account within 5 days from the date of declaration of such dividend. മനസ്സിലായോ? എങ്ങനെയാ? എത്രയാണോ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ആ ഡിക്ലെയർ ചെയ്തതിന് 5 ദിവസത്തിനുള്ളിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. എത്ര എമൗണ്ട് ആണോ ഡിവിഡൻഡ് ആയിട്ട് വരുന്നത് ആ എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ആ ഡേയ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, വിത്തിൻ 5 days. According to section 123 subsection 5 of this act, dividend are payable in cash. Dividend എങ്ങനെ കൊടുക്കാവൂ? ക്യാഷ് ആയിട്ട് മാത്രമേ കൊടുക്കാവൂ. That means dividend in kind എന്ന് പറയുന്നത് പോസിബിൾ അല്ല. Okay, the dividends that are payable to the shareholders in cash may be paid by check or warrant or in any other electronic mode. അത് എങ്ങനെ കൊടുക്കാം? ഈ പറയുന്ന പോലെ ചെക്ക് ആയിട്ടോ വാറന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് ആയിട്ടോ കൊടുക്കാം. മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ ഡിവിഡൻഡ് ഇൻ ക്യാഷ് മാത്രമേ പോസിബിൾ ഉള്ളൂ, ഡിവിഡൻഡ് ഇൻ കൈൻഡ് എന്ന് പറയുന്ന സാധനം പോസിബിൾ അല്ല. And next one, dividend shall be payable only to the registered shareholders of the share or to his order or to his banker. അതായത് രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് കമ്പനിയുടെ രജിസ്റ്ററിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് എൻ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഡിവിഡൻഡ് കിട്ടാൻ അർഹതയുള്ളൂ. മനസ്സിലായോ? കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അങ്ങനെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ആവണമെന്നില്ല. സോ കമ്പനിയുടെ രജിസ്റ്ററിനകത്ത് പേര് എൻ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഡിവിഡൻഡ് കിട്ടാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ അങ്ങേര് പറയുന്ന രീതിയിലുള്ള വേറെ ആർക്കെങ്കിലും, അല്ലെങ്കിൽ അങ്ങേരുടെ കൺസേൺ ഉണ്ടെങ്കിൽ അങ്ങേരുടെ ബാങ്കർക്ക്. സോ ഫസ്റ്റ് പോയിന്റ്, ഡിവിഡൻഡ് ഇൻ ക്യാഷ്
അല്ലേ? അതിന് മുമ്പ് പറഞ്ഞ പോയിന്റ് എന്താ? ഡിക്ലെയർ ചെയ്തിട്ട് 5 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് എത്രയാണോ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് എടുത്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടോ വാറന്റ് ആയിട്ടോ ചെക്ക് ആയിട്ടോ ഇലക്ട്രോണിക് മോഡ് വഴിയോ ആർക്ക് കൊടുക്കാം? ഈ പറയുന്ന പോലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. ആൻഡ് ദ തേർഡ് വൺ, അങ്ങനെ കൊടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം. മനസ്സിലായോ? Nothing in subsection 5 of section 123 shall prohibit the capitalization of the profit or reserve of the company for the purpose of issuing fully paid up bonus shares or paying any amount for the time being unpaid or any share held by the member for the company. അതായത് ആ ഡിവിഡൻഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ ഏത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം? ഡിവിഡൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അൺപെയ്ഡ് എന്ന് വെച്ചാൽ അവർ നമുക്ക് തരാനുള്ളതാണ്, അല്ലെ? ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. സോ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. And the last one, company which fails to comply with the provisions of section 73 and 74 shall not so long as such a failure continue declare any dividend on its equity shares. Section 73, 74 പറയുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫ്രം പബ്ലിക്. സോ അതിനകത്ത് എന്തെങ്കിലും പേയ്മെന്റിനകത്ത് മുടക്കം വരുത്തുകയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിക്കും എന്ത് ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? സോ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കി. 5 ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം. നമ്പർ 1, ക്യാഷ് ആയിട്ട് കൊടുക്കാവൂ, രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കാവൂ. പിന്നെ പറഞ്ഞ എന്താ? നമ്മുടെ ഈ ഷെയർസിനകത്ത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് കൊടുക്കാനോ അല്ലെങ്കിൽ അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിലോ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. 73, 74 പ്രകാരം എന്തെങ്കിലും കാരണവശാൽ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിക്കും എന്ത് ഇഷ്യൂ ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അടുത്തത് നമുക്ക് നോക്കാം. ഡിക്ലറേഷൻ കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ്. 124 പറയണമെങ്കിൽ 123 പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. എന്താ? ഡിക്ലെയർ ചെയ്തിട്ട് 5 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് പേ ചെയ്യണം, അല്ലെ? അങ്ങനെയല്ലേ? സോ എല്ലാ ഷെയർ ഹോൾഡറും ഇത് ചിലപ്പം എന്ത് ചെയ്തില്ല, ഈ 5 ദിവസത്തിനുള്ളിൽ വാങ്ങി എന്ന് വരില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് സെക്ഷൻ 124 പറയുന്നത്. നോക്കേ, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് വിത്തിൻ 5 days നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ടു സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിനകത്ത് ഒരു എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡിവിഡൻഡിനെ അവിടെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി 30 ദിവസത്തിനുള്ളിൽ, അതായത് എന്നാണോ നിങ്ങൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം? പേയ്മെന്റ് നടത്തിയിരിക്കണം. ഓക്കെ, അതായത് ഇന്നാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അതൊരു ഷെഡ്യൂൾഡ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. കൂടാതെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തിയിരിക്കണം. നോർമൽ കേസ്. ഇനി എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഇത് ക്ലെയിം ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഒരിക്കൽ കൂടെ, അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടാ, ഷെയർ ഹോൾഡേഴ്സ് അത് ക്ലെയിം ചെയ്തിട്ടില്ല, അവർക്കത്, അതായത് അവരത് വേണം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരത് വിഡ്രോ ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കേ, അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് അതിനെ നമ്മൾ ട്രാൻസ്ഫർ ടു ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിനകത്ത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലോട്ട് നമ്മൾ മാറ്റുന്നു. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസം കഴിഞ്ഞിട്ട് 7 ദിവസത്തിനുള്ളിൽ. സോ ഫസ്റ്റ് വൺ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം, 5 ദിവസത്തിനുള്ളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യണം, ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം, എന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ അത് പേയ്മെന്റ് നടത്തണം. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ അൺക്ലെയിംഡോ അൺപേയ്മെന്റോ ആയിട്ടുള്ള എമൗണ്ട് ആ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ 7 ദിവസത്തിനുള്ളിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലോട്ട് മാറ്റണം. കൂടാതെ നോക്കി, വിത്തിൻ 90 days സ്റ്റേറ്റ്മെന്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ് ആൻഡ് എമൗണ്ട് ഇൻ വെബ്സൈറ്റ്. അതായത് ആരൊക്കെയാണ് ഇത് ഇനി ക്ലെയിം ചെയ്യാത്തത്, എത്രയൊക്കെ രൂപയാണ് ക്ലെയിം ചെയ്യാത്തത്, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ്, ഈ വക കാര്യങ്ങൾ 90 ദിവസത്തിനകം നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും വേണം. മനസ്സിലായി? നമ്മുടെ എന്ന് വെച്ചാൽ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് കമ്പനി പോസ്റ്റ് ചെയ്യും വേണം. സോ ആ ഡേയ്സ് കൺഫ്യൂസ് ആവരുത്. 5 days, അത് കഴിഞ്ഞാൽ ഒരു 30 days പറഞ്ഞായിരുന്നു. 30 days കഴിഞ്ഞ് വിത്തിൻ 7 days അതിനെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഷെഡ്യൂൾഡ് ബാങ്കിൽ തന്നെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലോട്ട് മാറ്റുന്നു. ആ ആരൊക്കെയാണോ നമുക്ക് ക്ലെയിം ചെയ്യാത്തത്, അല്ലെങ്കിൽ ആരുടെയൊക്കെ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യണം. അതിനകത്ത് ഈ പറയുന്ന പോലെ ആരാണ്, അവരുടെ എത്ര എമൗണ്ട് ആണ്, അവരുടെ അഡ്രസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യണം. മനസ്സിലായി? ഇനി അങ്ങനെ മെൻഷൻ ചെയ്ത സാഹചര്യത്തിൽ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് അവർ വെബ്സൈറ്റിനകത്ത് കാണണം, ഓക്കെ നമുക്ക് ഇത്രയും രൂപ കിട്ടാനുണ്ട്,
അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് എഗെയിൻ ഇത് ക്ലെയിം ചെയ്യാം. ആർക്ക്? ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഇത് ക്ലെയിം ചെയ്യാം. അങ്ങനെ ക്ലെയിം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? അവർ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് വൺ, ട്രാൻസ്ഫർ ടു ഫണ്ട് ഇഫ് അൺക്ലെയിംഡ് ഫോർ 7 years. അതായത് ഈ വർഷം നമ്മൾ അങ്ങനെ മാറ്റി വെച്ചു, അവർ ക്ലെയിം ചെയ്താൽ 7 വർഷം വരെയാണ് നമുക്ക് അവർക്ക് സമയം കൊടുക്കണേ. 7 വർഷം വരെ അവർ ഇത് ക്ലെയിം ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബാലൻസ് എമൗണ്ടിനെ നമ്മൾ വേറൊരു ഫണ്ടിലോട്ട് മാറ്റുന്നു. ആ ഫണ്ട് എന്താണെന്ന് നമുക്ക് അടുത്ത സെക്ഷനകത്ത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ വൺസ് അഗൈൻ 5 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത എമൗണ്ട് നമ്മളൊരു അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തുന്നു. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തിയിട്ടില്ല, അൺക്ലെയിം എമൗണ്ട് കിടപ്പുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ അത് വേറൊരു അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആരൊക്കെയാണ്, എത്ര രൂപയാണ് എന്നുള്ളത് 90 ഡേയ്സിനുള്ളിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് കണ്ടിട്ട് ആരെങ്കിലും വന്ന് ക്ലെയിം ചെയ്യുവാണെങ്കിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കാം. അങ്ങനെ എത്ര വർഷം വരെ? 7 വർഷം വരെ. 7 വർഷത്തിനുള്ളിൽ അവർ വന്നില്ല എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിലോട്ട് മാറ്റും ഓൺലി ആഫ്റ്റർ 7 years. ഇനി നെക്സ്റ്റ് വൺ, ഇങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പണിഷ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കണേ. അതായത് ഇഫ് എ കമ്പനി ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് എനി ഓഫ് ദ റിക്വയർമെന്റ് ഓഫ് ദി സെക്ഷൻ, ഇപ്പൊ പറഞ്ഞതിന്റെ പേയ്മെന്റിന്റെ എന്തെങ്കിലും കാരണവശാൽ ഫെയിലിയർ വരുത്തുകയാണെങ്കിൽ ദ കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 5 lakh rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 25 lakh rupees. മനസ്സിലായി? അതായത് ഈ പറഞ്ഞ സെക്ഷൻസിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലിയർ വരുത്തുകയാണെങ്കിൽ കമ്പനിക്ക് 5 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്കുള്ള പനിഷ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പെനാൽറ്റി ഉണ്ടാവും. And every officer of the company who is in default shall be punishable with a fine which shall not be less than 1 lakh rupees but which may be extended to 5 lakh rupees. ആ ഓഫീസർക്ക് ആരാണോ ഡിഫോൾട്ട് വരുത്തിയിരിക്കുന്ന ഓഫീസർ, അല്ലെങ്കിൽ ആരാണ് ഫെയിലിയർ വരുത്തിയിരിക്കുന്ന ഓഫീസർ, അങ്ങേർക്ക് എത്ര വരെ? 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും രൂപത്തിന് ഇടയ്ക്ക് എന്തുണ്ടാവും? പെനാൽറ്റി ഉണ്ടാവും. ഓക്കെ, സോ 2 പേർക്കും ഉണ്ട്, കമ്പനിക്കും ഉണ്ട്, ആ ഓഫീസർക്കും ഉണ്ട്. നോക്കാം. നെക്സ്റ്റ് വൺ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 7 വർഷം വരെ നമ്മൾ എമൗണ്ട് പേ ചെയ്യാൻ റെഡി ആയിരുന്നു, നമ്മൾ കാത്തിരുന്നു അല്ലെ. ഇനി അങ്ങനെ ചെയ്തില്ല, 7 വർഷമായിട്ട് ക്ലെയിം ചെയ്തില്ല എന്ന് വിചാരിക്കുക. ആഫ്റ്റർ 7 years നമ്മൾ അതിനെ ഏതിലോട്ട് മാറ്റും? ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിലോട്ട് മാറ്റും. IEPF, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. എന്തിനാണ് നോക്കി? ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൾ എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ടു ബി കോൾഡ് ദ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. ഇനി ഈ ഫണ്ടിലോട്ട് ഏതൊക്കെ എമൗണ്ടുകളാണ് ക്രെഡിറ്റ് ആവണേ, അത് വെച്ചിട്ട് എന്തൊക്കെയാണ് യൂസേജ് എന്നാണ് പഠിക്കാനുള്ളത്. ഞാൻ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ മെറ്റീരിയൽ ഒന്ന് റെഫർ ചെയ്താൽ മതി. കുറേ പോയിന്റ്സ് ഉണ്ട്, ഏതിനൊക്കെ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ഈ ഫണ്ടിലോട്ട് എമൗണ്ട് പറഞ്ഞത്. നമ്മളിവിടെ പഠിച്ചത് നമ്മുടെ ഡിവിഡൻഡുമായിട്ട് ഭാഗം പെട്ടു. നമ്മളിവിടെ പഠിച്ചത് 7 വർഷം കഴിഞ്ഞിട്ടുള്ള ഡിവിഡൻഡ് ഇങ്ങോട്ട് വരും. മനസ്സിലായി? അത് മാത്രമല്ല ഈ ഫണ്ടിലോട്ട് പുറമേ നിന്നും വീണ്ടും പല രീതികളിൽ നിന്നും ഏത് വരും? എമൗണ്ട് വരും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Okay, the application money received by the company for allotment of any securities and due for a refund. അതായത് അപ്ലിക്കേഷൻ മണി ഉണ്ട്, അലോട്ട്മെന്റ് വേണ്ടിയിട്ടാണ്, നമ്മൾ അത് റീഫണ്ട് ഡ്യൂ ആയിട്ട് 7 വർഷം വരെ കാത്തിരുന്നു, റീഫണ്ടിന് ആൾക്കാർ വന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനെ IEPF-ലോട്ട് മാറ്റാം. And the second one, mature deposit with companies other than banking companies. കമ്പനിക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന, ബാങ്കിങ് കമ്പനി ആവരുത് കേട്ടോ, കമ്പനിക്കകത്തിരിക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു എമൗണ്ട് മെച്ചൂർഡായി 7 വർഷം വരെ കാത്തിരുന്നു, അതും ആരും ക്ലെയിം ചെയ്തില്ല, IEPF-ലോട്ട് മാറ്റാം. And the next one, matured debenture with the companies. ഡിബഞ്ചർ ഇതേമാതിരി മെച്ചൂർഡായി ആരും ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരും അത് ക്ലെയിം ചെയ്തില്ല. ആഫ്റ്റർ 7 years അതിനെ ഇതിലോട്ട് മാറ്റാം, IEPF-ലോട്ട് മാറ്റാം. അടുത്തത്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ദ എമൗണ്ട് റെഫർഡ് അബവ്. ഇതിന്റെ ഇൻട്രസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ. സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫ്രാക്ഷണൽ ഷെയർസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഇഷ്യൂസ് ഓഫ് ബോണസ് ഷെയർസ്, മെർജർ ആൻഡ് അമാൽഗമേഷൻ ഫോർ 7 or more years. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 വർഷം വരെയാണ് അതും കാക്കുന്നത്. ഏതാ? സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫ്രാക്ഷണൽ ഷെയർസ്. അതായത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷണൽ ഷെയർസ് വരികയാണെങ്കിൽ അല്ലെ, ആ ഫ്രാക്ഷണൽ ഷെയർസ് ക്യാഷ് ആയിട്ടാണ് റിസീവ് ചെയ്യണേ. അതും ഈ പറയുന്നത് പോലെ ഔട്ട് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, കൂടാതെ മെർജർ ആൻഡ് അമാൽഗമേഷൻ ഫോർ 7 or more years. അതായത് ഏതാ ഈ പറയുന്ന മെർജർ ആൻഡ് അമാൽഗമേഷന്റെ സമയത്താണെങ്കിലും ആ കിട്ടുന്ന അഡീഷണൽ എമൗണ്ട്, ആ ഫ്രാക്ഷണൽ ഷെയർസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7 വർഷം വരെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? IEPF-ലോട്ട് മാറ്റാം. അടുത്തത്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് റിമൈനിങ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഫോർ 7 or more years. ഏതായിരുന്നു? റിഡംഷൻ എമൗണ്ട്. ഡിബഞ്ചറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ ആയി ആരും ക്ലെയിം ചെയ്യാൻ വന്നില്ല. സച്ച് അതർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഞാൻ വളരെ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി നിങ്ങളൊന്ന് മെറ്റീരിയൽ ഒന്ന് നോക്കിയാൽ മതി, കുറേ അധികം കാര്യങ്ങളുണ്ട്.
ഓക്കെ, സോ ആഫ്റ്റർ 7 years ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാൻ ആരും വന്നില്ലെങ്കിലാണ് നമ്മൾ IEPF എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിനെ കുറിച്ച് പഠിച്ചത് അല്ലേ. ആ ഫണ്ടിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള എമൗണ്ട് ആണ് വരുന്നത് നോക്കി. ഇനി അതിലുള്ള എമൗണ്ട് എടുത്തിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് നോക്കാം. The refund in respect of unclaimed dividends, matured deposit, matured debentures, the application money due for refund and the interest thereon. ഓക്കെ, അതായത് IEPF കിടക്കുന്ന എമൗണ്ട് എടുത്തിട്ട് എന്തൊക്കെ ചെയ്യാം അതിനകത്താണ് പറയുന്നത്. ആദ്യത്തെ എന്തായിരുന്നു? ദ റീഫണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് അൺക്ലൈംഡ് ഡിവിഡൻസ്. അൺക്ലൈംഡ് ഡിവിഡൻസിന്റെ റീഫണ്ട്, മെച്ചുവർഡ് ഡെപ്പോസിറ്റിന്റെ റീഫണ്ട്, മെച്ചുവർഡ് ഡിബഞ്ചേഴ്സിന്റെ റീഫണ്ട്, അപ്ലിക്കേഷൻ മണി. ദാറ്റ് മീൻസ് അതിന്റെയൊക്കെ ക്ലെയിംസ് വരികയാണെങ്കിൽ അതിന്റെ റീഫണ്ടിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. 7 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കണമെന്ന് മാത്രം. Second one, promotion of investors education awareness and protection. Okay, ഈ IEPFന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. And the third one, distribution of any disgorged amount among eligible and identifiable applicants for shares or debentures, shareholders, debenture holders or depositors who have suffered losses due to wrong action by any person in accordance with the orders made by the court which had ordered disgorgement. That means ഏതെങ്കിലും ഒരു വ്യക്തി, മൂന്നാമതൊരു വ്യക്തിയുടെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് ആർക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ അങ്ങനെയുള്ള ലോസുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന അപ്ലിക്കേഷൻസ്, അവർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്ലിക്കേഷൻ കൊടുക്കണേ? ആ തെറ്റ് അല്ലെങ്കിൽ അവർക്കുണ്ടായ ലോസ് നികത്തി തരണം എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ. ആ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷനിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ്, ഇത് ഫേക്ക് അല്ല എന്ന് തീരുമാനിക്കുന്നതിൽ നിന്ന് അവരുടെ ലോസ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ പറയുന്ന ഫണ്ട് യൂസ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ ഒരു ലോസ് ഉണ്ടാവുകയാണ്, അത് മൂന്നാമതൊരാളുടെ, ഒരു തേർഡ് പേഴ്സന്റെ റോങ് ഡിസിഷൻ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോടതിയെ സമീപിക്കാം. ഇത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റല്ല. അങ്ങനെ കൊടുക്കുന്ന അപ്ലിക്കേഷൻസിനകത്ത് വ്യക്തമായത് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഫേക്കും ഇല്ല എന്ന് മനസ്സിലായാൽ ആ എമൗണ്ട് സെറ്റിൽ ചെയ്യാനും ഈ പറയുന്ന എമൗണ്ട് എടുത്ത് യൂസ് ചെയ്യാം. And reimbursement of legal expenses incurred in pursuing class action suit under section 37 and 245 of the Act by members, debenture holders or depositors as may be sanctioned by the tribunal. Okay, class action suit section 35 to 45 പറയുന്നത് അതിനെ കുറിച്ചാണ്. സോ അതിന്റെ ഏതിനു വേണ്ടിയിട്ട്? ലീഗൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ട്. മനസ്സിലായി? ഈ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുന്ന ട്രിബ്യൂണലിൽ കൊടുക്കുന്ന ആരായിരിക്കും? ഈ പറയുന്ന മെമ്പേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ ആയിരിക്കും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സോ ആയിരിക്കും. സോ അവർക്കുണ്ടാവുന്ന ലീഗൽ എക്സ്പെൻസസ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ പറയുന്ന IEPFന്റെ കിടക്കുന്ന എമൗണ്ട് യൂസ് ചെയ്യാം. And the last one, any other purpose incidents are thereto in accordance with such rules as may be prescribed. മനസ്സിലായി? കോമൺ ആയിട്ട് വരുന്ന കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ അതിനകത്തുള്ള ഫുള്ള് കാര്യങ്ങൾ മുഴുവൻ എഴുതിയിട്ടില്ല. നിങ്ങൾ മെറ്റീരിയലും കൂടെ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ കണ്ടിന്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ 7 വർഷം വരെ നമുക്ക് ആ എമൗണ്ട് ഏതിനകത്ത്? അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിനകത്ത് കിടക്കുന്നു. അത് കഴിഞ്ഞാൽ ആ എമൗണ്ടിനെ മാറ്റി IEPFലോട്ട് മാറ്റുന്നു. IEPFന്റെ ഏതൊക്കെ തരത്തിലാണ് IEPFലോട്ട് എമൗണ്ട് വരുന്നതെന്നും ഏതൊക്കെയാണ് അതിന്റെ യൂസേജ് എന്നാണ് നമ്മൾ നോക്കണേ. ഇനി നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ചാപ്റ്റർ 8 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പനിഷ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും. സെക്ഷൻ 127 നോക്കേ, വേർ എ ഡിവിഡൻഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ ദ കമ്പനി ബട്ട് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് or the warrant in respect thereof has not been posted within 30 days from the date of declaration of any shareholders entitled to payment of dividend. അല്ലെ, 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ പേയ്മെന്റ് കൊടുക്കണം. ഇനി അങ്ങനെ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ അത് പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ, okay, every director of the company shall, if he is knowingly a part of this default, be punishable with imprisonment which may extend to 2 years and with fine which shall not be less than 1,000 rupees for every day during which such a default continues. 30 ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ 2 വർഷം വരെ ഇംപ്രീസ്മെന്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഓരോ ദിവസത്തിലും നിങ്ങൾക്ക് എത്ര രൂപ ചാർജ് ചെയ്യേണ്ടി വരും? 1000 രൂപ പെനാൽറ്റി ചാർജ് ചെയ്യേണ്ടി വരും. ആൻഡ് ദ കമ്പനി ഷാൾ ബി ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% per annum during the period for which such default continues. കമ്പനി എന്ത് ചെയ്യണം? എത്ര ദിവസം വൈകിട്ടാണോ ഇത് കൊടുക്കുന്നത് അത്രയും ദിവസത്തെ 18% per annum ഇൻട്രസ്റ്റ് കൊടുക്കണം. 18% per annum നിങ്ങൾ എന്തായിട്ട് കൊടുക്കണം? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡിവിഡൻഡ് ഔട്ട് ഓഫ് റിസർവ്സ്. നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്താ? വേണമെങ്കിൽ പാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റിൽ നിന്നോ പാസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഇത്രയും നാൾ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന റിസർവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഡിക്ലെയർ ചെയ്യാം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം അല്ലേ? അവിടെ അത് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, അതൊരു റൂളിന്റെ അടിസ്ഥാനത്തിലാണ് പറയണേ. ആ റൂളിനകത്ത് കുറച്ച് കണ്ടീഷൻസ് കൂടെ പറയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കമ്പനീസ് ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് റൂൾസ് 2014 പറയുന്നത്. ഫസ്റ്റ് വൺ, റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഷുഡ് ബി less than or equal to average rate of dividend if any of 3 immediately preceding 3 years. 3 immediately preceding years.
മനസ്സിലായി? അതായത് റിസർവിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആവറേജ് റേറ്റിനേക്കാൾ കുറവോ അതിന് ഈക്വലോ ആയിരിക്കണം. അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ദിസ് റൂൾ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ എ കമ്പനി വിച്ച് ഹാസ് നോട്ട് ഡിക്ലെയർഡ് എനി ഡിവിഡൻഡ് ഇൻ ഈച്ച് ഓഫ് ദ 3 പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. ആ 3 വർഷം നിങ്ങൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും ഈ റൂള് ബാധകമാവില്ല. സോ ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം റിസർവിൽ നിന്ന് എടുത്തിട്ട്. സോ ഈ റൂളിനകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, അങ്ങനെ നിങ്ങൾ റിസർവിൽ നിന്ന് എടുത്തിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന നേരത്ത്, ദാറ്റ് മീൻസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന നേരത്ത് അവിടെ എന്ത് നോക്കണം? കഴിഞ്ഞ 3 വർഷങ്ങളിൽ നിങ്ങൾ എത്രയാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതിന്റെ ആവറേജ് എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ അത്രയും വരെ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാവൂ. ആൻഡ് ദ സെക്കൻഡ് വൺ, എമൗണ്ട് ടു ബി വിഡ്രോൺ ഫ്രം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/10 ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്. അതായത് മാറ്റുന്ന എമൗണ്ടിന്റെ മാക്സിമം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1/10 ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്. മനസ്സിലായി? സോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവും കൂടെ ആഡ് ചെയ്യുക, ആ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക, അതിന്റെ 10% അല്ലെങ്കിൽ ഇൻറ്റു 1/10 ചെയ്യുന്ന നേരത്ത് എത്രയാണോ പറഞ്ഞത് അത്ര വരെ മാത്രമേ മാറ്റാവൂ. ഓക്കെ, എമൗണ്ട് വിഡ്രോൺ ഷാൾ ഫസ്റ്റ് ബി യൂട്ടിലൈസ്ഡ് ടു സെറ്റ് ഓഫ് കറന്റ് ഇയർ ലോസസ്. അങ്ങനെ എടുത്ത എമൗണ്ടിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? കറന്റ് ഇയർ ലോസ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യണം. ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഇക്വിറ്റി ഡിവിഡൻഡ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ആസ് പെർ ദ ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് നോക്കി, ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവും അത് ഏതായിരിക്കണം? ലാസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ളതായിരിക്കണം. സോ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റുന്നതെങ്കിൽ ആദ്യമേ ഈ ഓഡിറ്റഡ് ലാസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കുക, അതിനകത്തുള്ള ഏത് നോക്കുക, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവ് എത്രയാണെന്ന് നോക്കുക, അതിന്റെ ടോട്ടൽ ചെയ്യുക, അതിന്റെ 1/10 മാത്രമേ എടുക്കാവൂ. ആ എടുത്ത എമൗണ്ട് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ഇയറിലെ ലോസ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യണം. മനസ്സിലായി? ആൻഡ് ദ തേർഡ് വൺ, ബാലൻസ് ഇൻ റിസർവ് ആഫ്റ്റർ സച്ച് വിഡ്രോവൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അതായത് നിങ്ങൾ അങ്ങനെ അവിടുന്ന് വിഡ്രോ ചെയ്തതിന് ശേഷം ബാലൻസ് കിടക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അല്ലെ? ഇപ്പൊ റിസർവിൽ നിന്ന് നമ്മൾ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തു, ആ വിഡ്രോ ചെയ്തതിന് ശേഷം റിസർവിന്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയെങ്കിലും ആയിരിക്കണം? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 15% കൂടുതലെങ്കിലും ആയിരിക്കണം. അതിനേക്കാൾ കുറവാവാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ആസ് പെർ ദ ലാസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞത് തന്നെ. സോ പറഞ്ഞ കാര്യം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നോ റിസർവിൽ നിന്നോ എടുത്തിട്ട് നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇത് തന്നില്ലെങ്കിൽ പോലും നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന റൂൾസ് ബാധകമാണ് എന്ന് മാത്രം. മനസ്സിലായി? സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചാപ്റ്റർ 8 ആണ് ഡിവിഡൻഡിനെ കുറിച്ച് പറഞ്ഞേ, അല്ലെ? സെക്ഷൻ 123 തൊട്ട് സെക്ഷൻ 127 വരെയുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 8-നകത്ത് പറഞ്ഞേ. ആദ്യം ഡിവിഡൻഡ് എന്താണെന്ന് പറഞ്ഞു. 2 ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിലാണെങ്കിൽ അതിനെ ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയാം. എവിടുന്നൊക്കെ എടുത്തിട്ട് പേയ്മെന്റ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, അല്ലെ? എവിടുന്നൊക്കെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഇന്ററിം എങ്ങനെയാണ്, ഫൈനൽ എങ്ങനെയാണ്, റിസർവിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിനകത്ത് പറഞ്ഞത് ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ പഠിച്ചത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിനെ കുറിച്ചാണ്, അല്ലെ? 5 ദിവസത്തിനുള്ളിൽ ഇത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ ചെയ്തിട്ട് ഇത് പേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ 7 ദിവസത്തിന്റെ വേറൊരു കേസ് പറഞ്ഞായിരുന്നു, 90 ദിവസത്തിനുള്ളിൽ ഇത് വെബ്സൈറ്റിനകത്ത് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ 7 വർഷം വരെ എടുത്തു വെക്കാം. 7 വർഷത്തിനുള്ള ആൾ വന്നില്ലെങ്കിൽ അതിനെ IEPF-ലോട്ട് മാറ്റാം. പിന്നെ പഠിച്ചത് IEPF സെക്ഷൻ 120 പ്രകാരം അതിന്റെ ക്രെഡിറ്റ് എന്തൊക്കെയാണ്, അതിന്റെ യൂസേജ് എന്തൊക്കെയാണ്. പനിഷ്മെന്റ് പറഞ്ഞായിരുന്നു, 30 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കൊക്കെ? കമ്പനിക്കും ഓഫീസർക്കും. പനിഷ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഡിവിഡൻഡ് ഔട്ട് ഓഫ് ഫ്രീ റിസർവിന് വേണ്ടിയിട്ട് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് പേയ്മെന്റ് റൂൾസ് 2014-നകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ലോസും കൂടെ ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ബൈ.